സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയിൽ മറുപടി കൊടുക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൃഷ്ണകുമാറിനെതിരായ പരാതി ബോംബോ പടക്കമോ ഒന്നുമല്ല, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ തന്ത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആദ്യം വിജിൻ വായന്തോട്ടിലേക്ക്. വിജിൻ, എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഈ ആക്ഷേപത്തെക്കുറിച്ച്, ആരോപണത്തെക്കുറിച്ച് പറഞ്ഞത്? അജിംസ്, കൃത്യമായി പറഞ്ഞാൽ ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ശരിയായ മറുപടി നൽകിയില്ല എന്നുള്ളത് തന്നെയാണ്. ആ ചോദ്യം ചോദിച്ചപാടെ അദ്ദേഹം കൈകൂപ്പി എഴുന്നേറ്റ് വാർത്താസമ്മേളനത്തിൽ നിന്ന് മാറാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് ബോംബോ പടക്കമോ ഒന്നുമല്ല ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം, അത് ഒരു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വി.ഡി. സതീശന്റെ സ്ട്രാറ്റജിയാണ് ഇതിന് പിന്നിൽ. വി.ഡി. സതീശന്റെ ബോംബ് പടക്കം പോലുമല്ലാതെ ആയി എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. എന്തായാലും പിന്നീട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നിലവിൽ ആ യുവതി നൽകിയ പരാതിക്ക് മറുപടി നൽകും, അത് എന്താണ് എന്ന് ഇപ്പോൾ പറയേണ്ടതില്ലല്ലോ എന്നുള്ളതാണ്. ആ പരാതിക്ക് മറുപടി നൽകുന്ന ഘട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നുള്ള ആ നിലപാടാണ് അദ്ദേഹം നിലവിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ നടപടിയിലേക്കോ അന്വേഷണത്തിലേക്കോ ഒന്നും പോകാൻ നിലവിൽ ബി.ജെ.പി. തയ്യാറല്ല. നിലവിൽ സി കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് കാരണമായി അവർ കാണിക്കുന്നത് ഈ ബി.ജെ.പിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള ചർച്ചകൾ വിഷയത്തിൽ ഉയർന്നിരുന്നു. അത് തടയിടുന്നതിനാണ് നിലവിൽ അങ്ങനെയൊരു നീക്കത്തിലേക്ക്, മറ്റ് തരത്തിലുള്ള നടപടിയോ അന്വേഷണമോ ഒന്നുമില്ലാതെ നേരത്തെ തന്നെ പാർട്ടി ഇത് പരിശോധിച്ചതാണ്. ഇതൊരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. അതിൽ കേസും, അത് സിവിൽ ക്രിമിനൽ കേസുകൾ നടക്കുകയും ചെയ്തു. ആ രണ്ട് കേസുകളിലും കോടതി തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തതാണ്. മറ്റൊരു ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ പെൺകുട്ടി വീണ്ടും പോലീസിനെയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് നിലവിൽ ബി.ജെ.പി. എത്തുന്നത്. ഇങ്ങനെയെങ്കിൽ ഈ വിഭാഗീയതയുടെ ഭാഗമായി സി കൃഷ്ണകുമാറിനെ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാനുള്ള നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ നിലവിൽ എടുക്കാൻ പോകുന്ന തീരുമാനത്തിന്റെ ഭാഗമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തായാലും ഈ നിലവിൽ പരാതി ലഭിച്ച ആ പരാതിക്ക് മറുപടി നൽകും. ആ പരാതിക്കുള്ള മറുപടിയിൽ കൃത്യമായി പറയുന്നത് ഈ പരാതി മുമ്പും ഉയർന്ന ഘട്ടത്തിൽ തങ്ങൾ പരിശോധിച്ചതാണ്, അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കൂ എന്നുള്ള മറുപടി ആയിരിക്കും കൊടുക്കുക. മറുപടി നൽകിയേ കഴിയൂ. കാരണം ഒരു നിമിഷം വിജിൻ, എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഈ ചോദ്യത്തോട് മറുപടി നൽകിയതെന്ന് കേൾക്കാം ആദ്യം. ഒരു ബോംബ്, അത് രാഹുൽ ഗാന്ധിന്റെ ആറ്റം ബോംബും വി.ഡി. സതീശന്റെ ബോംബും നമ്മളെല്ലാം ഒരു ലെവലിൽ കണ്ടാൽ മതി. അത് പടക്കമല്ല, ഒരു ഡാം സ്ക്വിബ്, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു സ്ട്രാറ്റജി. ഓക്കെ, ചെയ്യട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു. അതാണ് അതിന്റെ ഒരു ലാസ്റ്റ് വേർഡ്. വിജിൻ വീണ്ടും ചെയ്തു. വിജിൻ, എന്താണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത്? പാർട്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഇത് ചർച്ചയായി എന്നാണോ? ഇന്നലെ വലിയ തരത്തിലുള്ള ഒരു ചർച്ച ഉയർന്നിരുന്നു. കാരണം ബി.ജെ.പിയിലെ രാജീവ് ചന്ദ്രശേഖർ, വി. മുരളീധരൻ പക്ഷങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പരാതി വീണ്ടും ഉയർന്നത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. അത്തരമൊരു നിലപാട് വി. മുരളീധരൻ പക്ഷ നേതാക്കൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കൾ തമ്മിൽ ഈ വിഷയത്തിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന് ആ സംസാരത്തിൽ നിന്നാണ് നിലവിൽ മറ്റേതെങ്കിലും തരത്തിൽ സി കൃഷ്ണകുമാറിനെതിരെ ഒരു പരാതിയിലേക്കോ ഒരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നടപടിയിലേക്കോ ഒക്കെ കടന്നാൽ അത് വീണ്ടും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകും എന്നതുകൊണ്ട് ഒറ്റക്കെട്ടായി സി കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി. ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവതിക്ക് അതിന് മെയിലിന് റിപ്ലൈ ആയി ഒരു നിർദ്ദേശം കൊടുക്കാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തയ്യാറാകാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ അതൊരു ഔദ്യോഗികമായ മെയിലായി യുവതിക്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അതിൽ വ്യക്തമാക്കാൻ പോകുന്നത് നിയമ നടപടി സ്വീകരിക്കുക. നേരത്തെ പാർട്ടി പരിശോധിച്ച വിഷയത്തിനപ്പുറം മറ്റൊരു പരിശോധന പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ പാകത്തിലുള്ള കുറ്റം ചെയ്തതായി പാർട്ടിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണമായി പറയുന്നത് ബന്ധുക്കൾ തമ്മിലുള്ള ഒരു തർക്കമാണ് നിലവിൽ സി കൃഷ്ണകുമാറിനെതിരെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു സിവിൽ കേസ് ഉണ്ടായിരുന്നു. ആ സിവിൽ കേസ് തീർപ്പ് കൽപ്പിച്ചതാണ്. അതിനുശേഷം ഒരു ക്രിമിനൽ കേസും ഉണ്ടായി. ആ രണ്ട് കേസുകളും കോടതി തീർപ്പ് കൽപ്പിച്ചു. വേണ്ടത്ര തെളിവുകളില്ല, ദൃക്സാക്ഷികളോ മറ്റ് തെളിവുകളോ ഇല്ല എന്ന് കണ്ടാണ് തീർപ്പ് കൽപ്പിച്ചത് എന്നുള്ളതാണ്. ഇനി ഈ പീഡന പരാതിയുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ അത് ഒരു നിയമ നടപടിയിലേക്ക് പോകട്ടെ. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഉള്ള പരിശോധന നടത്തണമെങ്കിൽ നടത്താം എന്നുള്ളതാണ് നിലവിൽ ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും സി കൃഷ്ണകുമാറിനെ പീഡന പരാതിയിൽ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് നിലവിൽ ബി.ജെ.പി. സ്വീകരിക്കാൻ പോകുന്നത്.